ഞങ്ങൾ നിന്റെ അനിയത്തിയെ കണ്ടതും പരിചയപ്പെട്ടതും ഡോക്ടർ അന്ന കുര്യന്റെ അടുത്തു നിന്നാ. ഡോക്ടറുടെ മകൾ റെബേക്കയുടെ കൂട്ടുകാരിയായിട്ട്. നല്ലൊരു പെൺകുട്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്ന ഞാനവളെ അന്ന് തന്നെ നോട്ടമിട്ട് വെച്ചു. അത് നീ കരുതുന്നത് പോലെ വിൽക്കാനും നശിപ്പിക്കാനും ഒന്നുമല്ല. എന്റെ മകനൊരു കുഞ്ഞിനെ നൽകാൻ വാടകയ്ക്കൊരു ഗർഭപാത്രം കിട്ടാൻ വേണ്ടിയായിരുന്നു. അതിനു മാത്രം. എന്റെ മോനൊരു കുഞ്ഞുണ്ടാവാൻ അവളുടെ ഗർഭപാത്രം ഞങ്ങൾ വാടകയ്ക്ക് ചോദിച്ചു. നീ ജയിലിലായതുൾപ്പെടെ നിങ്ങളുടെ വീട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ അവൾ അതിന് തയ്യാറായി. ആ വീട് നശിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിന്റെ അനിയത്തി ആ കരാറിൽ ഒപ്പിട്ടത്. നിന്നെ രക്ഷിക്കാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം. എന്താടാ ഇനി നിനക്കെന്താ അറിയണ്ടേ? വണ്ടിയുടെ മുമ്പിൽ നിന്ന് സ്ഥലം കാലിയാക്ക്. എന്നിട്ട് അനിയത്തി വന്നത് തിന്ന് വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങ്. ഓടാ ഓടാ. ഞാൻ പോകുന്നത് വീട്ടിലേക്കല്ലടാ, പോലീസ് സ്റ്റേഷനിലേക്കാ. അവിവാഹിതയും വെറും മെഡിക്കൽ സ്റ്റുഡന്റുമായ എന്റെ അനിയത്തിയെ പണം കൊടുത്ത് പ്രലോഭിപ്പിച്ച് നിയമവിധേയമല്ലാതെ തെറ്റ് ചെയ്യാൻ കരാറിൽ ഒപ്പുവെപ്പിച്ച് നിങ്ങളെ ഞാൻ ജയിലിലാക്കും. നിങ്ങളുടെ പേരിൽ ഈ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് രണ്ടിനെയും കസ്റ്റഡിയിൽ എടുപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ഇലഞ്ഞിക്കൽ വിനയചന്ദ്രൻ എന്നല്ല. കാണാം നമുക്ക്. അറസ്റ്റിന് തയ്യാറായിക്കോ. അവൻ പരാതി കൊടുത്താൽ നമ്മൾ പെടും ശിവ. അവൻ പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ എത്തരുത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.